ചങ്ങനാശ്ശേരിക്ക് മാറ്റുകൂട്ടാൻ AGD ഗോൾഡൻ ഡയമണ്ട്സ് മെയ് 1 ഉദ്ഘാടന വേളയിൽ 10 പവനോ ഡയമണ്ട് നെക്ലേസ് സ്വന്തമാക്കൂ. എനിക്ക് പറ്റില്ല. എനിക്ക് ഒരു വേറെ ഫേസ് ആക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. എനിക്ക് ദേഷ്യം പറഞ്ഞില്ല, ഭയങ്കര ദേഷ്യം വരും. സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര സ്നേഹിക്കും. അതവിടെ കോമഡി ഉണ്ട്, അത് സീരിയസ് ഇഷ്യൂ ആക്കിയിട്ട് മാറി. ഞാൻ പറഞ്ഞ ലാലിത് ഞാൻ പറഞ്ഞ അയ്യോ ലാലിത് എനിക്ക് പോകണ്ട, എനിക്ക് തിരിച്ചു പോകണ പറഞ്ഞ് നമ്മൾ പ്ലീസ്. കാരണം എനിക്ക് എല്ലാവരുടെയും മുഖം കണ്ടിട്ട് എനിക്ക് പറ്റത്തില്ല. Miss you people. Thank you. ലഗേജ് മനസ്സിലായി. ഇതാ എനിക്ക് എന്തെങ്കിലും തന്നെ എനിക്ക് അറിയില്ല. ഗാഡി ഇല്ല നമ്മളെ ആരോ വിശ്വസിച്ചിട്ടില്ല. വെരി നൈസ്. എല്ലാവർക്കും I miss everyone. It's like a family. I really miss each and every person. എനിക്ക് ഭയങ്കര പിടിക്കാൻ പറ്റത്തില്ല. 2 ദിവസമായിട്ട് ഞാൻ ഭയങ്കര വിഷമത്തിലാണ്. എന്തായിരുന്നു എല്ലാവരും ഒരു പ്രതികരണം ഇറങ്ങാൻ നേരത്ത്? മനസ്സിലായില്ല, സോറി. അവിടെ എല്ലാവരും ഉള്ളിലേക്ക് ഭയങ്കര നല്ലതാ. കുറേ ലൈക്ക് we had lots of fun. കുറേ എൻജോയ് ചെയ്തിട്ടുണ്ട്. പക്ഷെ പെട്ടെന്ന് ഈ എവിക്ഷൻ ആയപ്പോൾ അത് ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല. കരച്ചിലൊക്കെ കണ്ടിരുന്നു, ഭയങ്കര വിഷമം ഒബ്വിയസ്ലി. ഒരു ഫാമിലി പോലെ ആയി. 1.5 മാസമായി ഒരു 6 വീക്ക് താമസിച്ചു നമ്മളെല്ലാവരും. പിന്നെ പെട്ടെന്ന് കാരണം ആരോ പഠിച്ചിട്ടില്ല. എനിക്ക് കുറച്ച് പേടിയുണ്ടായി. പക്ഷെ ബാക്കി എല്ലാവർക്കും ലൈക്ക് നോ ജാനു പോയില്ല പറഞ്ഞിട്ട് പെട്ടെന്ന് ലാസ്റ്റ് എനിക്ക് കിട്ടിയിട്ട് എനിക്ക് ഫസ്റ്റ് എനിക്ക് മനസ്സിലായിട്ടില്ല. അൻസിബ കടന്ന ടൈമിൽ ഞാൻ വിചാരിച്ചു അൻസിബ പോന്നെ. പിന്നെ ഞാൻ എൻ്റെ ലൈറ്റ് നോക്കി, ഞാൻ ഷോക്കായി പോയി. വെരി ബിഗ് ഷോക്ക് ഫോർ മീ. ഐ റിയലി മിസ് എവരിവൺ. എത്ര കൂടുതൽ മിസ് ചെയ്യുന്ന ഋഷിയാണ്, അൻസിബാണ്, ജിൻഡിച്ചേട്ടൻ ഒബ്വിയസ്ലി. ജിൻഡിച്ചേട്ടൻ എൻ്റെ സ്വന്തം ചേട്ടൻ്റെ പോലെ. ആ വീട്ടിൽ ആളൊക്കെ പിടിക്കുന്ന വേണ്ടി ഞാൻ മാത്രമേ ഉള്ളൂ. ഭയങ്കര കരച്ചിലായിരുന്നു. കാരണം ജിൻഡിച്ചേട്ടൻ്റെ കൂടെ ആരും വരെ ഉണ്ടാവില്ല. നമ്മുടെ 2 പേര് എത്ര മിസ്സിങ് തന്നെ ഋഷിയാണ്. പിന്നെ അതൊക്കെ അൻസിബ, ജിൻഡിച്ചേട്ടന് കാരണം ഭയങ്കര ഒരു ക്ലോസ് റിലേഷൻ ഉണ്ടായി. ഈ പോകുന്നേരം പ്രതീക്ഷ 40 days അവിടെ നിൽക്കാൻ പറ്റുമെന്ന്? ഇല്ല, ഞാൻ 5 ദിവസം വിചാരിച്ചു. 5 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുന്നതാണ്. എന്താണ് ജാൻമണി എന്ന ഒരു വ്യക്തിക്ക് അവിടെ ബിഗ് ബോസിന് ശേഷം അതൊക്കെ പറയാം. എനിക്ക് കുറേ പ്രോട്ടോക്കോൾ ഉണ്ടോ ബിഗ് ബോസിന്റെ സമയത്ത്. സോ ഒരു ഇൻഡിവിജ്വലി ഞാൻ ഒബ്വിയസ്ലി ഇന്റർവ്യൂ തരാം 1 വീക്ക് കഴിഞ്ഞിട്ട്. സോ ഇപ്പോൾ കുറേ കാര്യങ്ങളും എനിക്ക് പറയാൻ വേണ്ടി ഇതാക്കി വെച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ ഫ്ലൈറ്റ് മാറി. ഇത് ആക്ച്വലി ഈവനിങ് ഫ്ലൈറ്റ് ഉണ്ട്, പിന്നെ മോർണിംഗ് എനിക്ക് വിളിച്ചു. സോ ഏറ്റവും ജെന്യൂൻ ആയിട്ട് നിന്ന് ഗെയിം കളിച്ച ആള് എന്നുള്ളതാണ് പുറത്തുള്ള അഭിപ്രായം. അങ്ങനെ ജെന്യൂൻ ആയിട്ട് നിന്നുകൊണ്ടാണ് പെട്ടെന്ന്. എക്സാക്ട്ലി, അതെ. കാരണം നമ്മുടെ എനിക്ക് പറ്റില്ല. എനിക്ക് ഒരു വേറെ ഫേസ് ആക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. എനിക്ക് ദേഷ്യം പറഞ്ഞില്ല, ഭയങ്കര ദേഷ്യം വരും. സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര സ്നേഹിക്കും. എനിക്ക് തോന്നി അത്ര ദിവസം ഞാൻ ഉണ്ടായി. ഗോഡ് ഗ്രേസ് ഞാൻ ഭയങ്കര ജെന്യൂൻ ആയിട്ട് അവരെ എല്ലാവരുടെ കൂടെ സ്നേഹമായിട്ട് ഞാൻ പെരുമാറി എനിക്ക് തോന്നിയിട്ടുണ്ട്. ജാൻമണി കുറെ വാക്കുകളൊക്കെ അതൊക്കെ പുറത്തു വരുമ്പോൾ ദേഷ്യമൊക്കെ ഉണ്ടാവുന്നില്ല? ആംഗ്രി ആയിട്ട് കുറെ പറഞ്ഞിട്ടുണ്ടല്ലോ, പ്രസ് മീറ്റ് വിളിക്കും, അങ്ങനെയുള്ളതൊക്കെ അതൊക്കെ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അത് പറയുന്ന ടൈമിൽ നമുക്ക് അറിയില്ലല്ലോ. ദേഷ്യം പിടിക്കില്ല, നമുക്ക് എന്തൊക്കെ പറയാം, എന്തൊക്കെയാ പോകുന്നു. അങ്ങനെയാണ്, വേറെ ഒന്നുമില്ല.
ആ ടൈം മാത്രം ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞ മൊത്തം സ്ഥലം. പക്ഷെ അത് എങ്ങനെ കണ്ടിട്ട് ഞാനിപ്പോലെ കണ്ടിട്ടില്ല. ഈ നൂറയുടെ കാലൊടിയണം, ശബ്ദം പോകണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതൊക്കെ ശരി? അതെ, അതൊക്കെ ഒന്നുമില്ലാതെ ദേശത്തില് പറഞ്ഞു പോകുന്ന ഒരു കാര്യമാണ്. പക്ഷെ എനിക്ക് കാരണം അതൊക്കെ ഞാനിപ്പോ പറയില്ല. അതെ, പക്ഷെ ഞാൻ ആരൊക്കെ ഹേർട്ടാക്കുന്ന വേണ്ടിയല്ല, പക്ഷെ എനിക്ക് കിട്ടുന്ന രീതിയിലേക്ക് ഞാൻ അനുസരിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് അത്ര പ്രഷർ അവിടെ ഉണ്ടായി. ജാസ്മിൻ ഗത്രി ലവ് സ്റ്റോറി നിങ്ങളെ കണ്ടിട്ടുണ്ടല്ലോ. അതാ നിങ്ങളുടെ അഭിപ്രായം പറയും. എനിക്ക് പുറത്തേക്ക് ആക്കിയല്ലേ എല്ലാവരും. അതൊക്കെ ഞാൻ ഇപ്പൊ ഒന്നും പറയില്ല. അല്ല, എന്നാലും നിങ്ങളാണ് ആദ്യത്തെ പവർ ടീമിൽ ആദ്യം ഒരുമിച്ചുണ്ടായിരുന്ന ആൾക്കാരാണ്. അവിടെ നിന്ന് ഒരു പ്രണയമൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അത് പറയാം, അതാ ഇൻഡിവിജ്വലി പറയാം. പക്ഷെ എനിക്ക് ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ, എന്തെങ്കിലും എൻ്റെ റോങ് ലൈക്ക് ഡിസിഷനിൽ എൻ്റെ കമ്മ്യൂണിറ്റിക്ക് ബാക്കി ആൾക്കാർക്ക് ഹാർഡായിട്ടുണ്ടെങ്കിൽ സോറി, അറ്റൻഡ് സോറി. ഈ ബിസിനസ് ക്ലാസിന്റെ പേരിലേക്ക് അത് ഒരു കോമഡി ഉണ്ട്, അത് സീരിയസ് ഇഷ്യൂ ആക്കിയിട്ട് മാറി. അത് നല്ല കോമഡി ഉണ്ട്. അത് ഞാൻ ജമുന ചേച്ചി സംസാരിക്കുന്ന ഒരു കോമഡി സാധനം വേറെ ഒരു ആള് തിരിച്ച് ഇത്ര രീതിയിലൊക്കെ കൊണ്ടുപോയി. അതെ, ഇപ്പം നിങ്ങളുടെ കമ്മ്യൂണിറ്റി എന്നുള്ളവർ തന്നെ അതിനെ ഭയങ്കരമായിട്ട് വിമർശിച്ചൊക്കെ രംഗത്ത് വന്നു. അതൊക്കെ ഒരു നെഗറ്റീവായിട്ട് മാറും. അത് എനിക്ക് അറിയത്തില്ല. കാരണം എന്നെ മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. കാരണം അത് ഒരു വേറെ കാര്യത്തിൽ നമ്മൾ സംസാരിക്കുന്ന ഒരു വാക്കാണ്. സോ അത് പിരിച്ചിട്ട് വേറെ രീതിയിലേക്ക് എങ്ങനെ പോയി അതെനിക്ക് അറിയത്തില്ല. സോ എനിവേസ് ഇൻഡിവിജ്വലി ഞാൻ ഇന്റർവ്യൂ തരാം. അതേപോലെ കമ്മ്യൂണിറ്റി എന്നുള്ള ആൾക്കാർ വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ല. നിങ്ങളുടെ കമ്മ്യൂണിറ്റി എന്നുള്ള ആൾക്കാർ ഇങ്ങനെ പെർഫോമൻസിന്റെ വിലയിരുത്തി വിളിക്കുക എങ്ങനെ ചെയ്തിരുന്നു? അല്ല, ഞാൻ എൻ്റെ ഫോണിൽ എനിക്ക് മോർണിംഗ് എയർപോർട്ടിലേക്ക് ഇട്ടിട്ടുള്ളൂ. ഞാൻ ആരൊക്കെ വിളിച്ചിട്ടില്ല. ജസ്റ്റ് വീട്ടിൽ പോവാ, കുറച്ച് റേസ്റ്റ് ചെയ്താ. എനിക്ക് മീഡിയ ഒക്കെ കണ്ടിരുന്നു? ഇല്ല, ഞാൻ ഒന്നും ഓപ്പൺ ചെയ്തിട്ടില്ല. ജസ്റ്റ് പോയിട്ട്, കാരണം ഞാൻ അത്ര സോഷ്യൽ മീഡിയ ആൾക്കാരെ അല്ല. അപ്പോൾ അതൊക്കെ എനിക്കൊന്നും അറിയില്ല. വീട്ടിൽ പോയിട്ട് എന്താണ് ഇനി അടുത്ത ഫ്യൂച്ചർ പ്ലാനുകളൊക്കെ? എന്താണ് ഇനി? എനിക്ക് തീരാൻ ഇനി 60 ദിവസമുണ്ട്. അല്ല, അത് തിരിച്ചെനിക്ക് പോകണം ബിഗ് ബോസിൽ. എത്ര ആഗ്രഹം, എനിക്ക് അത്ര ഇഷ്ടമായി. കുറെ സമയത്ത് ഇമോഷണലി ഭയങ്കര ഡൗൺ ആയിട്ട് വീട്ടിൽ കൊണ്ട് നിൽക്കുന്ന പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് തീർത്ത് പറഞ്ഞില്ലല്ലോ. അപ്പൊ ഇനി അപ്പൊ വീണ്ടും തിരിച്ചു പോകണമെന്ന് ആഗ്രഹമുണ്ടോ? ഇപ്പൊ തിരിച്ചു പോകുന്ന ആഗ്രഹമുണ്ട്. ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മള് സംടൈം നമുക്ക് അങ്ങനെ തോന്നും, പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് മനസ്സിലാവും എല്ലാവരുടെയും സ്നേഹം ഉണ്ടോ. എനിക്ക് ഐ മിസ് ഒരു ഫൈനൽ വൈബിലേക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു കണ്ടസ്റ്റൻസ് ആരാണ് ജാൻമോണിയുടെ? ഞാൻ അതിപ്പോ പറയാൻ പറ്റില്ല, എനിക്ക് കുറെ പ്രോട്ടോകോൾസ് ഉണ്ട്. എനിവേ താങ്ക് യു സോ മച്ച്. ഈ എയർപോർട്ടിലേക്ക് വന്നിട്ട് ആൾക്കാരൊക്കെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടോ? ചിലപ്പോ നോടി ആസ്മി എനിക്ക് ഒരു ആളെയൊന്നും ചോദിച്ചിട്ടില്ല. അത്ര ഒരു കുറച്ച് ദിവസം ഞാനുണ്ട് അല്ലേ. ഇത്തരം ഷോകളൊക്കെ നിങ്ങളെപ്പോലുള്ള കമ്മ്യൂണിറ്റി എന്നുള്ള ആൾക്കാർക്ക് ബെനിഫിറ്റാണ്, ഗുണം ചെയ്യുന്നതാണ്. എന്താണ് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നാദ്ര ഉണ്ടായിരുന്നു? ഞാൻ ആക്ച്വലി ജർമ്മനി ആയിട്ട് പോയിട്ടുണ്ട്. ഞാൻ പാർട്ട് ഓഫ് കമ്മ്യൂണിറ്റിയുടെ ആണ്. പക്ഷെ കമ്മ്യൂണിറ്റിക്ക് ചീത്താക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നല്ലതാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കോൺട്രിബ്യൂഷൻ ഭയങ്കര കുറവാണ്. പക്ഷേ എന്നെ കണ്ടിട്ട് കുറേ ആൾക്കാർ അത് ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ വളരെ ഹാപ്പിയാണ്. എൻ്റെ കമ്മ്യൂണിറ്റിക്ക് ഞാൻ വീഡിയോ എന്തെങ്കിലും ഹാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സോറി. ഇവിടെ ഈ ബിഗ് ബോസിൽ നിന്നുള്ളൊരു കോള് വന്നപ്പോൾ എപ്പോഴെങ്കിലും ചിന്തിച്ചോ എന്തിനാണ് ഞാൻ, അല്ലെങ്കിൽ ചുമ്മാ പോയതാണ്? Just got a correction. I just want to go. I want to experience. അത്രേ ഉള്ളൂ. അർജുനുമായിട്ടുള്ള ചെറിയ അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് വീഡിയോ പറഞ്ഞില്ല തിരിഞ്ഞ. സോ എനിവേ താങ്ക് യു സോ മച്ച്. എപ്പോഴും പറയാൻ ഇട വേണ്ടി ക്ഷീണിച്ചു പോയി മൊത്തം. नहीं तुम लास्ट वाला काट पहला काट में कपड़ा बस मैंने इसके
लास्ट वीक भेजना रहेगा बट आप लोग लास्ट वीक में नहीं आता, लास्ट वीक में होता तो मैं नहीं आती, वो प्रैंक किया उन लोग। बट वही ये लोग अभी दिया मुझे क्या था लास्ट वीक में, ये आता शरण्या आती बाहर, शरण्या सीटू, बट लास्ट वीक में प्रैंक किया, लालू ने आकर प्रैंक किया ना, तो वो अनम था। बट क्या बोलता है इसमें दिया बोला उसमें मैं नहीं आती। सो इस बार क्या हुआ, उस टाइम पे प्रैंक था ना, तो इस टाइम पे लोगों ने इतना नोटिस नहीं किया। हाँ इट्स ओके, नो प्रॉब्लम। 48 days मैंने यू दैट എൻ്റെ ഇൻസ്റ്റാഗ്രാം ലോക്കായി. എന്തോ നീ ഈ സൈഡിൽ नहीं तुम जाओ. हाँ बड़ा जी है, एक फैन मिला, बहुत सारा गिफ्ट मिला हुआ है. थैंक यू. താങ്ക് യു സോ മച്ച്. ഞങ്ങൾ തന്നെ ഇന്റർവ്യൂ എടുക്കാനും വരുന്നത്. ആ കാരണം ഷുവർ. കാരണം ഒരു ജസ്റ്റ് 1 വീക്ക് എനിക്ക് ഹോൾസെയിലിന് വേണ്ടി അല്ല, അത് ഒരു ഹോട്ട്സ്റ്റാറിന്റെ ഒരു ലൈവൊക്കെ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ പുറത്ത് പോകാൻ പാടും. ആ എക്സാക്ട്ലി. ആ പ്രോട്ടോകളൊക്കെ പറഞ്ഞായിരുന്നു അവര്. ആ പറഞ്ഞു. അപ്പോൾ വീണ്ടും തിരിച്ച് ബിഗ് ബോസിൽ പോകാൻ സാധിക്കട്ടെ. അതെ, തിരിച്ചു പോകണം. വൈൽഡ് കാർഡ് എൻട്രി ഉണ്ടെങ്കിലും ഞാൻ പോകണം. ഇനി തിരിച്ചു പോകാനായിട്ട് കറിയാല്ലേ? ആ ഞാൻ പറഞ്ഞ ലാലിത് എനിക്ക്, ഞാൻ പറഞ്ഞ അയ്യോ ലാലിത് എനിക്ക് പോകണ്ട, എനിക്ക് തിരിച്ചു പോകണം പറഞ്ഞ്. നമ്മൾ പ്ലീസ്, കാരണം എനിക്ക് എല്ലാവരുടെയും മുഖം കണ്ടിട്ട് എനിക്ക് പറ്റത്തില്ല, ഭയങ്കര വിഷമം. ആരും പുറകിൽ നിന്ന് കുത്തിയിട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? ഇനി ഗെയിം ചേഞ്ച് ചെയ്യോ ഇനി രണ്ടാമത് പോയാ? നോക്കാം. വൈൽഡ് കാർഡ് എൻട്രിയിൽ കയറ്റി തന്നിട്ടുണ്ടെങ്കിൽ നോക്കാം. ഓക്കെ, താങ്ക് യു. ചങ്ങനാശ്ശേരിക്ക് മാറ്റുകൂട്ടാൻ AJD ഗോൾഡൻ ഡയമണ്ട്സ് മെയ് 1 ഉദ്ഘാടന വേളയിൽ 10 പവനോ ഡയമണ്ട് നെക്ലേസ് സ്വന്തമാക്കൂ.